കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാരാ കൈവോക്ക് ചെയ്യാൻ? എല്ലാവരും സീരിയസാ, വളരെ സീരിയസാ. ആദ്യം കൈവോക്ക് ആരാ? ചേച്ചിയുടെ പേരെന്താ? സ്റ്റെല്ല. സ്റ്റെല്ല സ്റ്റെല്ല ചേച്ചി എവിടെ? സ്ഥലം എവിടെയാ? എൻ്റെ ഭഗവാനെ, തവിഞ്ഞാല്. പോട്ടെ. തവിഞ്ഞാൽ മാനന്തവാടി തന്നെ പറയാം നമുക്ക്. തവിഞ്ഞാൽ. അപ്പോൾ സ്റ്റെല്ല ചേച്ചി ഇവിടുത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കുൺകൃഷി ഇതുവരെ മുമ്പ് ചെയ്തിട്ടില്ലല്ലോ? ഇല്ല. ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ഏറ്റവും ചെറിയ രീതിയിൽ തവിഞ്ഞാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെറുതായിട്ട് കൂൺകൃഷി തുടങ്ങി. വീട്ടിൽ സ്വന്തം ആവശ്യത്തിന്. നേരത്തെ കൈവോക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ? സ്വന്തം ആവശ്യത്തിനല്ലേ? സ്വന്തം ആവശ്യത്തിന് വീട്ടിൽ കൂണ് തുടങ്ങി. ഒരു 10 ബെഡ്, ചെറിയ ഒരു 10 ബെഡിൽ കൂണ് ചെയ്തപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന കൂണ് ഒരിക്കലും, ആദ്യം വരുന്ന കൂണ് ഒരിക്കലും നമുക്ക് കഴിച്ച് തീർക്കാൻ പറ്റുന്നതായിരിക്കില്ല. അതിൽ കൂടുതലുണ്ടാവും. മനസ്സിലായില്ലേ? ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മളെ വീട്ടിലുണ്ടാകുന്ന എന്തെങ്കിലും ഒരു സാധനം അധികം വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ എന്താ ചെയ്യുക? അയൽവക്കക്കാർക്ക് കൊടുക്കും അല്ലേ? പിന്നെ ബന്ധുക്കൾക്കും കൊടുക്കും. അപ്പോൾ സ്റ്റെല്ല ചേച്ചി കൂണ് ആവശ്യത്തിന്, സ്വന്തം ആവശ്യത്തിനുള്ള എടുത്തതിന് ശേഷം എടുത്തിട്ട് കുറച്ച് അയൽവക്കക്കാർക്കും കുറച്ച് കൂട്ടുകാർക്കും കൊടുത്തു. 2 ദിവസം കഴിഞ്ഞിട്ട് അവർ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി കൂണുണ്ടാവുമോ? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു, കുറച്ചും കൂടി കൂണുണ്ടാവുമോ എന്ന് ചോദിച്ചു. അപ്പോൾ സ്വാഭാവിക സ്റ്റെല്ല ചേച്ചിക്ക് എന്താ തോന്നുമോ മനസ്സിൽ? കുറച്ച് ആവേശം കൂടും അല്ലേ? അപ്പോൾ കുറച്ച് ആവേശം കൂടി. അപ്പോൾ സ്റ്റെല്ല ചേച്ചി ആദ്യം മൺസൂൺ മഷ്റൂമിൽ വിളിച്ച് കൂൺ കൃഷി ചെയ്യാനുള്ള സാധനങ്ങൾ കുറച്ചും കൂടി അധികം വാങ്ങി ചെറിയൊരു റൂമിൻ്റെ സൈഡിൽ ഒരു 10 ബെഡോ 20 ബെഡും കൂടി കൃഷി തുടങ്ങി. അത്യാവശ്യം കൂണൊക്കെ വരാൻ തുടങ്ങി. ഈ തൊട്ടടുത്തുള്ള വീട്ടുകാർക്കൊക്കെ കൊടുത്തു. അതിനുശേഷം അത് ഈ നാട്ടിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമല്ലോ സ്വാഭാവികമായിട്ടും. അങ്ങനെ ഒരു മാസം കഴിയുമ്പോഴേക്ക് ചേച്ചിയുടെ വീട്ടിൻ്റെ ഒരു 50 വീടുകൾ ചുറ്റും അത്യാവശ്യം ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി കൂണിന് വേണ്ടിയിട്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഇട്ട ഡ്രസ്സിൽ നമുക്ക് പോകാൻ ആക്സസ് ഉള്ള കുറച്ച് ദൂരമില്ലേ? മേക്കപ്പ് ഒന്നും ചെയ്യാതെ, പൊട്ടിയൊന്നും അടിക്കാതെ നമുക്ക് ഈസി ആയിട്ട് നടന്നു പോകാൻ പറ്റുന്ന എത്ര ദൂരം പോകാൻ പറ്റും? നമ്മൾ വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സ് ഇട്ടിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ദൂരം എത്രയുണ്ട്? 1 കിലോമീറ്റർ പോവാം. 1 കിലോമീറ്റർ പോവാം. ഈ 1 കിലോമീറ്റർ ചുറ്റളവിൽ എത്ര വീടുണ്ടാവും? എന്തായാലും 100 വീടുണ്ടാവില്ലേ? 1 കിലോമീറ്റർ ഇങ്ങനെ നേരെയല്ല, 1 കിലോമീറ്റർ ഇങ്ങനെ ഉണ്ടാവോ? ചുറ്റും ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവ് എന്ന് പറയുന്നത്, നമുക്ക് ഗ്രാമങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും നമ്മുടെ അടുത്തുള്ള 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആൾക്കാരെയൊക്കെ നേരിട്ട് പരിചയം ഉണ്ടാവും. ടൗണിലാണെങ്കിൽ അങ്ങനെ പരിചയമില്ലാതിരിക്കും. ഇപ്പോൾ സ്റ്റെല്ല ചേച്ചി അത്യാവശ്യം ഒരു 2-3 മാസം കൊണ്ട് ഈ 100 വീടുകളിലെ ആൾക്കാർക്ക് കൂൺകൃഷി ചെയ്യുന്ന പരിചയമുള്ള ആൾ എന്ന രീതിയിൽ സ്റ്റെല്ല ചേച്ചിനെ അറിയാം. അപ്പോൾ നാട്ടിലെ ഗ്രൂപ്പുകളിലൊക്കെ ചേച്ചി ഇങ്ങനെ ഫോട്ടോ ഒക്കെ ഇടും. അപ്പോൾ ആൾക്കാർ കൂണ് ചോദിക്കും. അപ്പോൾ വലിയ രീതിയിലൊന്നുമില്ല, ഒരു 1-1.5 കിലോ 2 കിലോ മാക്സിമം കൂണ് ഡെയിലി പറിക്കുന്നു. ഇവിടെ 1 കിലോ കൂണിന് എത്ര വില? 200 ഗ്രാം 80 രൂപ. നിങ്ങൾ കൊടുക്കുന്നത് അല്ലേ? കടയിൽ നിന്ന് 100 രൂപ 200 ഗ്രാമിന്. 80 രൂപ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായി? 800 രൂപയായി. 1 കിലോന് 400 രൂപയായി. 1 കിലോ കൂണിൻ്റെ വില 400 രൂപ. 2 കിലോ കൂണിന് 800 രൂപ. അപ്പോൾ സ്റ്റെല്ല ചേച്ചി വീട്ടിൽ ബാക്കി സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതല്ലാതെ വീട്ടിലെ കാര്യം നോക്കണ്ട. അത്യാവശ്യം പക്ഷേ ഒരു 1-1.5 കിലോ 2 കിലോ കൂണ് നമുക്ക് ഒരു ദിവസം വിറ്റ് പോകും. ഇപ്പോൾ ഒരു 50 വീട്ടിൽ അല്ല 100 വീട്ടിൽ നിന്ന് ഒരു 10 വീട്ടുകാർ ഒരു 200 ഗ്രാം വാങ്ങിയാൽ മതി ഒരു ദിവസം. 10 വീട്ടുകാർ വാങ്ങിയാൽ മതി നമ്മളെ കൂണ് വിറ്റ് പോകാൻ വേണ്ടിയിട്ട്. വേണമെങ്കിൽ മുമ്പിലെ കടയിൽ കൊടുക്കാം. അപ്പോൾ ഏകദേശം നമുക്ക് ഒരു മാസം ഒരു
എന്തായാലും 10-20,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപയോളം നമുക്കൊരു വരുമാനം വരുന്ന രീതിയിൽ ഒരു 5-8 മാസം ആകുമ്പോഴേക്ക് സ്റ്റെല്ല ചേച്ചിയുടെ കൂൺ കൃഷി അത്യാവശ്യം വിപുലപ്പെടുത്തി. ചെയ്യൂലേ? വിറ്റുപോകൽ ചെയ്യുമോ? വിറ്റുപോകൽ ചെയ്യുമോ? ചെയ്യില്ലേ? ആ, ഉറപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം നല്ല രീതിയിൽ കൂൺ കൃഷി ചെയ്യുന്ന അപ്പോൾ സ്റ്റെല്ല ചേച്ചിയുടെ 2 വീട് അപ്പുറമുള്ളൊരു ചേട്ടൻ ഒരു ദിവസം രാവിലെ പറമ്പിൽ നിന്നൊരു കൂണും പറിച്ചിട്ട് വന്നിട്ട് സ്റ്റെല്ല ചേച്ചിയോട് ചോദിക്കുന്നത്, ഈ കൂണ് കഴിക്കാൻ പറ്റുമോ? സ്വാഭാവികമായിട്ടും അതിന് മറുപടി പറയേണ്ട ആളാരാ? ആ നാട്ടിലെ കൂൺ കൃഷിയുടെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് കൂൺ കൃഷി ചെയ്യാൻ തുടങ്ങി. അത്യാവശ്യം ആ മേഖലയിൽ തവിഞ്ഞാൽ എന്ന് പറഞ്ഞ സ്ഥലത്തെ ചുറ്റുമുള്ള ആളുകൾക്ക് കൂണ് വേണമെങ്കിൽ വിളിക്കുകയും വാങ്ങുകയും ഒക്കെ ചോദിക്കുന്ന കൂണിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാ അവിടുത്തെ തവിഞ്ഞാലിലെ? ശൈലജയല്ലേ? അപ്പോൾ ഒരു കൂണിനെ പറ്റി ചോദിച്ചാൽ മറുപടി പറയേണ്ടത് ആരാ? അല്ലേ? ആ കൃഷി ചെയ്യുന്ന ആളോടല്ലേ ചോദിക്കുക? ആ പണി ചെയ്യാത്ത ആളോടാണോ ചോദിക്കുക? അല്ലല്ലോ. അപ്പം എന്താ മറുപടി പറയാ? നിങ്ങൾ ചെയ്തതല്ല, പറമ്പിൽ നിന്ന് പറിച്ചിട്ട് വരുന്ന കൂണ് എന്താ പറയാ? അപ്പോൾ നല്ലതാണെങ്കിലും നല്ലതെന്ന് പറയും. ആ പല പല സൈസിൽ പല സൈസ് കൂണുണ്ട്. ഒരുപാട് തരം കൂണുകളുണ്ട്. ആ ഇത്ര നാള് ഞാനും പറമ്പെന്ന് പറിച്ച് കഴിച്ചതല്ലേ, അതുകൊണ്ട് മോശമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും. ആ അത് നോക്കിയിട്ട് ഏകദേശം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നല്ലതെന്ന് പറയും, കഴിച്ചോന്ന് പറയും അല്ലേ? ഓക്കെ. ചേട്ടൻ നേരെ വീട്ടിൽ പോയി കൂണ് കറി വെച്ച് കഴിച്ചു. അതിൻ്റെ കൂടെ ഇന്നലത്തെ സാമ്പാറും ഉണ്ടായിരുന്നു, മിഞ്ഞാന്നത്തെ മീൻകറിയും ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് തട്ടി ഭക്ഷണം കഴിച്ചു. ഒരു 3 മണിയായപ്പോൾ നമുക്കൊരു പേരിടാം, ശശി എന്ന് പറയാം. ശശിയേട്ടൻ ഒരു 3 മണിയായപ്പോൾ ഒന്ന് ഛർദ്ദിച്ചു. ചെറുതായിട്ടൊരു തലചുറ്റലും ശശിയേട്ടന്. അപ്പോൾ വീട്ടുകാർ തലചുറ്റിയെല്ലാം ഇല്ലല്ലേ, ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേക്കാന്ന് വെച്ചു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഈ ശശിയേട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കണ്ട ആദ്യത്തെ അയാളോട് ചോദിക്കുന്നത്, ശശിയേട്ടൻ എന്നാ പറ്റിയേ? അത് പിന്നെ എന്തോ ഉച്ചക്ക് കൂണ് കഴിച്ചിട്ടെന്ന് തോന്നുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ്, വയറിന് ഛർദ്ദിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാന്ന് പറയും. അത് കഴിഞ്ഞ് 2ാമത്തെ ആളും കഴിഞ്ഞ് 3ാമത്തെ ആള് ചോദിക്കുന്നത് വൈകുന്നേരം ആയപ്പോൾ, ശശിയേട്ടൻ എന്നാ പറ്റിയേ? അത് കൂണ് കഴിച്ചിട്ടാണ്, സ്റ്റെല്ലേൻ്റെ കൂണെന്നാണ് പറയുന്നുണ്ട്. 5 കഴിഞ്ഞ് 6 കഴിഞ്ഞ് 7ാമത്തെ ആൾ വൈകുന്നേരം സന്ധ്യയ്ക്ക് അവിടെ ക്ലബ്ബിലിരുന്ന് വർത്താനം പറയുന്നത്. ഇപ്പോൾ കവലയിൽ വർത്താനം പറയുമ്പോൾ, ആ ശശിനെ എന്തോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പറയുന്നിട്ട്, ആ സ്റ്റെല്ല ഉണ്ടാക്കിയ വേണ്ട എന്ന് പറഞ്ഞ് ഓള് കൂണ് കൊടുത്ത് എന്തോ പറ്റിയതാ. പറയുമോ? ചെറിയ സാധ്യതയുള്ളൂ. പറയൂ, ഉറപ്പായിട്ട് പറയോ? സ്റ്റെല്ല ചേച്ചിയുടെ കൂണല്ല അത്, കൃഷി ചെയ്ത കൂണല്ല, പറമ്പിന്ന് പറിച്ചതാണ്. കൂണ് കഴിച്ചിട്ടും അല്ല സുഖമില്ലാണ്ടായത്. അതിൻ്റെ ഒപ്പം മറ്റ് ഭക്ഷണം കഴിച്ചതുകൊണ്ട്, പഴയത് കഴിച്ചതുകൊണ്ടാണ് ഛർദ്ദിച്ചത്. വേറെ ശശിയേട്ടനും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരു 10 പേര് മാറി മാറി പറയുമ്പോഴേക്ക് അത് ആരുടെ ഗുണമായി? സ്റ്റെല്ല ചേച്ചിയുടെ ഗുണമായി. ശരിയല്ലേ? ഒരു മാസം ഒരു 10-15,000 രൂപയുടെ ഗുണമൊക്കെ വിറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ 5-8 മാസമായിട്ട് ക്ലച്ച് പിടിച്ച് വരുത്തരുന്നു സ്റ്റെല്ല ചേച്ചി. അടുത്ത ദിവസം മുതൽ സ്റ്റെല്ല ചേച്ചിയുടെ കൂണ് ആ നാട്ടിലെ 100 വീട്ടുകാർ ആരെങ്കിലും വാങ്ങുമോ ഇല്ലയോ? വാങ്ങോ? പൂട്ടിയാ? കച്ചവടം പൂട്ടിയാ? നിർത്തിയില്ലേ? ഇനി ആ ജന്മത്തിൽ ആ നാട്ടുകാർക്ക് കൂണ് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. എന്താ ചെയ്ത കുറ്റം? എന്താ സ്റ്റെല്ല ചേച്ചി എന്താ കുറ്റം ചെയ്തേ? സ്റ്റെല്ല ചേച്ചി
ഏ ആ ആ നിങ്ങൾ കൃഷി പോയില്ലേ, ബിസിനസ്സും കൂട്ടിയില്ലേ, സമാധാനായില്ലേ? ശരിയാന്ന്. ഇങ്ങനെ സംഭവം നടക്കുകയില്ലയോ നാട്ടില്? ആർക്കെങ്കിലും സംശയമുണ്ടോ? എല്ലാവരും നടക്കുമെന്ന്, ഇങ്ങനെ തന്നെ നടക്കുമെന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റെല്ല ചേച്ചിയോട് ഊണ് കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ സ്റ്റെല്ല ചേച്ചി എന്തായിരുന്നു മറുപടി പറയേണ്ടത്? എന്തായിരുന്നു മറുപടി പറയേണ്ടത്? കഴിക്കാൻ പറ്റൂല എന്ന് പറയണ്ടല്ലോ. നമ്മൾ കുറെ സ്വന്തം കൂടെ പറമ്പത്തെ കൂടെ പറിച്ച് കഴിച്ചാണല്ലോ, അതുകൊണ്ട് തള്ളി പറയാൻ പറ്റില്ലല്ലോ. ആ, സ്വന്തം കൂണ് ചെലവാകുന്നതിനെ പറ്റി ബോധമുണ്ട്. നമ്മൾ പറയേണ്ട ഉത്തരം എന്ന് പറയുന്നത്, നമ്മൾ പഠിച്ചിരിക്കുന്നതും കൃഷി ചെയ്യുന്നതും കാർഷിക സർവകലാശാലകൾ വികസിപ്പിച്ചെടുത്ത കൂൺ വിത്തിനങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു അടച്ചുറപ്പുള്ള റൂമിൽ വിത്ത് പാകി മുളപ്പിച്ച് കൃഷി ചെയ്തെടുക്കുന്ന കൂണാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ പറമ്പിലെ കൂണിനെ പറ്റിയിട്ടല്ല പഠിച്ചത്, അതല്ല നമ്മൾ വിൽക്കുന്നത് എന്ന് ചേച്ചി കൃഷി തുടങ്ങുമ്പോൾ തന്നെ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ തന്നെ ഈ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഈ പറമ്പിലെ കൂണ് കഴിച്ചത് സ്റ്റെല്ല ചേച്ചിയുടെ തലയിൽ വീഴുമായിരുന്നോ?